ഒരു കാലത്ത് സമൂഹം കള്ളൻ എന്ന് വിളിച്ചു. പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം യഥാർത്ഥ കള്ളനെ പിടികൂടിയപ്പോൾ അയാളെ കോടതി വെറുതെ വിട്ടു. എന്നാലും നമ്മുടെ നാടിൻ്റെ അവസ്ഥ അറിയാലോ. ഒരു കാലത്ത് കള്ളൻ എന്ന ഒരു പട്ടം നമ്മുടെ ശിരസിൽ ചാർത്തിയിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും അത് നമ്മളെ വിട്ടുപോകില്ല എന്നതാണ് യഥാർത്ഥ സത്യം. പിന്നീട് കാലത്ത് നമ്മുടെ കുട്ടികളും ആ ഒരു പേരിലായും അറിയപ്പെടുന്നത് അല്ലേ. കള്ളൻ്റെ മകൾ അല്ലെങ്കിൽ കള്ളൻ്റെ മോൻ, ആ ഒരു പേരിലായിരിക്കും നമ്മുടെ കുട്ടികൾ അറിയപ്പെടുന്നത്. നമ്മുടെ കുടുംബക്കാരെ വരെ ആ ഒരു പേരിൽ ബാധിക്കും. എന്നാൽ ഇങ്ങനെയെല്ലാം മറ്റുള്ള ആളുകളെ നമ്മൾ വിശേഷിപ്പിക്കുമ്പോൾ ആ ഒരാൾ ആ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ഒരിക്കലെങ്കിലും ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. കാരണം നാളെ നമുക്കെതിരെയും ഇങ്ങനെയുള്ള പല പേരുകളും വരാം. അപ്പം നമ്മൾ ആ ഒരു വ്യക്തിയെ ഇങ്ങനെ ഇതിൻ്റെ പേരിൽ കളിയാക്കുമ്പോൾ ആ ഒരാൾ ആ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടാവോ, ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം ആ ഒരു വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടാവോ എന്നുകൂടി നമ്മൾ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ ഒരാളെ പരമാവധി വേദനിപ്പിച്ചിട്ട് അയാളെ പറയാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു പിന്നീട് സോറി എന്നൊരു വാക്കിൽ എല്ലാം അവസാനിപ്പിച്ചു എന്ന് നമ്മൾ കരുതരുത്. നമ്മൾ ആ പറഞ്ഞ വാക്കുകൾ എന്നും അയാളുടെ മനസ്സിലൊരു നമ്പറായിട്ട് എന്നും അവിടെ തന്നെ കിടക്കും. അപ്പോൾ നമ്മൾ എന്ത് വാക്ക് പറയുമ്പോൾ അത് സൂക്ഷിക്കുക. ആ ഒരു വ്യക്തി ആ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നിൽ ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമ്മൾ ആ ഒരു വ്യക്തിയെ അങ്ങനെ കുറ്റപ്പെടുത്തുക. മറ്റുള്ളവർ പറഞ്ഞു കേട്ട അറിവ് വെച്ച് മറ്റൊരാളെ നമ്മൾ ഒരിക്കലും വിലയിരുത്തരുത്. അങ്ങനെ വിലയിരുത്തിയത് കൊണ്ടാണ് പാവം ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ ജീവൻ ഇന്നില്ലാതായത്. ആ കുടുംബത്തിൻ്റെ ഏക അത്താണിയായിരുന്നു. പിന്നീട് ഒരു കാലത്ത് നിരപരാധിയാണ് എന്ന് പറഞ്ഞ് കോടതി അയാളെ വിട്ടയച്ചെങ്കിലും ആ ഒരു നേരത്ത് അയാൾ അനുഭവിച്ചിരുന്ന മാനസിക സംഘർഷങ്ങൾ വളരെ വലുതായിരുന്നു. അതിൽ നിന്നും അയാൾക്ക് ഒരിക്കലും ഊരി വരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വളരെയധികം മാനസികമായിട്ട് ബുദ്ധിമുട്ടിയിരുന്നു. പല ആളുകളുടെയും കുറ്റപ്പെടുത്തലും കളിയാക്കലും. കള്ളൻ എന്ന ഒരു പേര് വീണിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് എന്തൊക്കെ ജോലി പോയാലും ആരും നമുക്കൊരു ജോലി തരാത്ത അവസ്ഥ. നമ്മൾ എത്ര വിശ്വസ്തരായി നിന്നാലും നമ്മളെ ആ ഒരു കണ്ണിൽ മാത്രമേ പിന്നീട് ആളുകൾ കാണുള്ളൂ. ഇതിനു പകരം എന്തൊക്കെ തന്നെ നമ്മൾ തിരിച്ചു കൊടുത്താലും ആ കുട്ടികൾക്ക് നഷ്ടമായതിൻ്റെ അത്ര അതൊന്നും വരില്ല. അതാ ഞങ്ങളുടെ അവസ്ഥ. ഇപ്പം ഭയങ്കര പരിതാപകര ഞങ്ങളുടെ അവസ്ഥ. ഞങ്ങളുടെ ഏക വരുമാനമായിരുന്നു സഹികൊണ്ട് ചെയ്ത്. 10 വയസ്സ് മാത്രമുള്ള രതീഷിന്റെ മകൾ അവളുടെ അമ്മയെ ആശ്വസിപ്പിക്കുന്ന ആ വാക്കുകൾ. അമ്മ കരയണ്ട, നമ്മുടെ അച്ഛൻ. ആ കൊച്ചുകുട്ടിയുടെയും ആ കുടുംബത്തിൻ്റെയും കരച്ചിൽ കേട്ടാൽ നമുക്കൊരിക്കലും സഹിക്കാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു കാലത്ത് കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ കാണിക്കാൻ ആരെങ്കിലും അവനെ കള്ളാന്ന് വിളിക്കാതെ നിന്റെ അച്ഛൻ കള്ളാന്ന് വിളിക്കുകയാണെങ്കിൽ ആ പേപ്പർ എടുത്ത് കാണിക്കാൻ വേണ്ടിയാണ് അന്ന് ഞാൻ ആ പേപ്പർ എടുത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നത്. കള്ളനല്ല എന്നുള്ളൊരു കാര്യം കാണിക്കാൻ വേണ്ടിയാണ് ആ പേപ്പർ ഞാനൊന്ന് സൂക്ഷിച്ചു വെച്ചത്. ഇന്നത് എനിക്ക് ഉപകാരപ്പെട്ടു. ആരും മിണ്ടത്തില്ലായിരുന്നു. കള്ളാന്നൊക്കെ വിളിച്ച് ഒരു ചൊല്ലില്ലേ, നീ ഒരു നന്മ ചെയ്താൽ അതാരും അറിയില്ല, ആരും അംഗീകരിക്കില്ല. പക്ഷേ നീ ഒരു തിന്മ ചെയ്താൽ അതെല്ലാവരും വളരെ പെട്ടെന്ന് അറിയുകയും ചെയ്യും, അതെല്ലാവരും അംഗീകരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് ഈ ഒരു കേസിലും ഉണ്ടായത്. ആ ഒരു വ്യക്തി കള്ളക്കേസിൽ കുടുങ്ങിയപ്പോൾ അത് ലോകമൊത്തം അറിയുകയും എല്ലാവരും അത് അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു. എന്നാൽ ആ ഒരു വ്യക്തി തെറ്റുകാരനല്ല എന്ന് പറഞ്ഞ് കോടതി അയാളെ വെറുതെ വിട്ടപ്പോൾ അതാരും വിശ്വസിക്കുകയുമില്ല, അതാരും അംഗീകരിച്ചുമില്ല. അതാണ് യഥാർത്ഥ സത്യം. നമ്മളൊരു നന്മ ചെയ്യുന്നതിലും കൂടുതൽ തിന്മ ചെയ്യുന്നതാണ് ആളുകൾക്കും ഇഷ്ടം. അല്ലെങ്കിൽ നന്മകൾ പറഞ്ഞു നടക്കുന്നതിനേക്കാൾ തിന്മകൾ പറഞ്ഞു നടക്കാനാണ് എല്ലാവർക്കും താല്പര്യം. മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലും പരിഹാസങ്ങളും ഇനി ഇതൊന്നും സഹിക്കാനാവില്ല എന്ന് മനസ്സിൽ തീരുമാനിച്ചുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി സ്വന്തമായിട്ട് തന്നെ തൻ്റെ ജീവൻ ഇല്ലാതാക്കി.